ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. സോളാർ പോസിറ്റീവ് നെഗറ്റീവ് സാധനം വർക്ക് ചെയ്യുന്നു. അതൊരു ലോഡ് ലോഡ് കണക്ട് ചെയ്ത് തന്നെ ക്ലാമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി. 1920 ആ റേഞ്ചിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓഫ് ഗ്രിഡിന്റെ ഫസ്റ്റ് നമുക്ക് DC ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരും. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഫ്യൂസസ് വെച്ചിട്ട് പോസിറ്റീവിന് നെഗറ്റീവിന് നമുക്ക് ഫ്യൂസസ് കൊടുക്കാം. അപ്പൊ എത്ര 4 സ്ട്രിങ്സ് ഉണ്ടെങ്കിൽ 4 പോസിറ്റീവും 4 നെഗറ്റീവും വരും. അപ്പൊ അതിൽ നിന്ന് ഒറ്റ പോസിറ്റീവും ഒറ്റ നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഔട്ട് വരുന്നു. ഓക്കെ, അതാണ് DC ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരുന്നത്. പിന്നെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് വരും. നമുക്ക് എന്താണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് സർജി എന്ന് വരുമ്പോൾ അതിനെ എർത്തിലേക്ക് ബൈപ്പാസ് ചെയ്യുന്നതാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. സർജ് പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വരുന്ന മേജർ കമ്പോണന്റ് ആണ് ചാർജ് കൺട്രോളർ. അപ്പൊ ഈ സോളാർ പാനലിന്റെ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് വരും. ബാറ്ററി, ഇതാണ് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും. നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടുന്ന സമയമുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ വോൾട്ട് എത്രയാണ് കിട്ടിയത്? 21.1 വോൾട്ടാ. 12 വോൾട്ട് ബാറ്ററി. ഇതിന് എത്ര മാക്സിമം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന വോൾട്ട് വേണ്ടത്? അപ്പൊ 21 വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കിട്ടിയ വോൾട്ടില്ലേ, അത് നോർമൽ ചാർജ് കൺട്രോളർ ആണെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാമോ? അത് വേണ്ടാന്ന് വെക്കും. അപ്പൊ നമുക്ക് എന്നാ പ്രശ്നം വരുന്നേ? പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാവും. നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടേണ്ട സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാവും. പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് MPPT.